ഹായ്, അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ വെൽക്കം ടു മനോരമ ഹൊറൈസൺ. നമ്മളിത് 9ന്റെ 11ാമത്തെ ചാപ്റ്റർ പ്രിസമാണ് നോക്കുന്നത്. അപ്പോൾ പ്രിസത്തിലോട്ട് പോകുന്നതിന് മുമ്പ് പ്രിസം എന്താണ്, അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രിസം നോക്കുന്നുണ്ട്. അതിന്റെ വോളിയം കണ്ടുപിടിക്കാൻ, വോളിയം കണ്ടുപിടിക്കാനും അതുപോലെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് സെക്ഷനിൽ നോക്കുന്നുണ്ട്. അപ്പം ഇത് തുടങ്ങുന്നതിന് മുമ്പ് എന്താണ് ഷേപ്സ്, എന്താണ് സോളിഡ്സ്, എന്താണ് 3 ഡയമെൻഷണൽ ഫിഗർ എന്നെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പ്രിസത്തെ അറിഞ്ഞിരിക്കുന്നതിന് മുമ്പ് ആരെ അറിയണം? സോളിഡ്സിനെ അറിയണം അല്ലേ? അപ്പൊ നോക്കിക്കേ, എന്താണ്, ഞാനിവിടെ ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാൻ പോവാണ്. എ ബി എന്നൊരു സ്ട്രേറ്റ് ലൈൻ വരച്ചു. നോക്കിക്കേ, ഈ സ്ട്രേറ്റ് ലൈൻ എന്ത് മാത്രമേ ഉള്ളൂ? ലെങ്ത് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പൊ ഇതിനെ ഞാൻ എന്ത് വിളിക്കുന്നു? വൺ ഡയമെൻഷണൽ ഫിഗർ എന്ന് വിളിക്കുന്നു. കാരണം എന്താണ്? ഇതിന് ഒരു ഡയമെൻഷൻ അഥവാ ഒരളവ് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഇതെന്താണ്? വൺ ഡയമെൻഷൻ ആണ്. ഇത് നോക്കിക്കേ, ഞാനിവിടെ റെക്ടാങ്കിൾ വരയ്ക്കുക, എ ബി സി ഡി എന്ന് പറയുന്നത്. ഇതിന് ആരൊക്കെയുണ്ട്? ലെങ്ത് മാത്രമാണോ ഇതിനുള്ളത്? അല്ലല്ലേ, ലെങ്ത്തും ബ്രെഡ്ത്തും ഉണ്ട്. അപ്പൊ എന്തായി? 2 ഡയമെൻഷൻ ആയി. അപ്പൊ ഇതിനെ എന്ത് വിളിക്കുന്നു? 2 ഡയമെൻഷണൽ ഫിഗർ എന്ന് വിളിക്കുന്നു. ഇനി ഞാനൊരു ക്യൂബ് ആണ് വരയ്ക്കുന്നതെങ്കിലോ, നോക്കിക്കേ, ഒരു ക്യൂബ് വരച്ചു. അതിന് നമ്മൾ എ ബി സി ഡി എന്ന് പേര് കൊടുക്കുന്നു. എ ബി സി ഡി ഇ എഫ് ജി എന്തെങ്കിലും നമ്മളൊരു പേര് കൊടുക്കും. നോക്കിക്കേ, ആ ക്യൂബിന് എന്തൊക്കെയുണ്ട്? ലെങ്ത്തും ബ്രെഡ്ത്തും മാത്രമാണോ ഉള്ളത്? അല്ല, ഒരു ഹൈറ്റും കൂടെ ഉണ്ട് അല്ലേ? അപ്പൊ എന്തായത്? 3 ഡയമെൻഷൻ ആയി. അപ്പൊ തന്നെ നമ്മൾ എന്ത് വിളിക്കുന്നു? 3 ഡയമെൻഷണൽ ഫിഗർ എന്ന് വിളിക്കുന്നു. അതുപോലെയുള്ള 3 ഡയമെൻഷണൽ ഫിഗർ അഥവാ 3 ഡയമെൻഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സോളിഡ്സ് എന്ന് വിളിക്കുന്നത്, അഥവാ ഘനരൂപങ്ങൾ എന്ന് വിളിക്കുന്നത്. ഈ സോളിഡ്സിന്റെ കാറ്റഗറി വരുന്ന ഒരാളാണ് ആര്? പ്രിസം എന്ന് പറയുന്നത്. ഇനി എന്താണ് പ്രിസം എന്ന് നോക്കിക്കേ. എ പ്രിസം is a 3-dimensional solid which has identical faces at both ends. The other faces are flats. Okay, എന്താ പറയുന്നത്? നമ്മുടെ പ്രിസം അഥവാ സ്തംഭങ്ങളുടെ കാര്യമാണ് പറയുന്നത്. അപ്പൊ പ്രിസത്തിന് എന്തൊക്കെയുണ്ട്? പ്രിസത്തിന് നോക്കിക്കേ, ഇവിടെ തന്നിട്ടുള്ളത് ഒരു ട്രയാങ്കുലർ പ്രിസമാണ്. അപ്പൊ പ്രിസത്തെ അറിയുന്നതിന് മുമ്പ് പ്രിസത്തിന് ഫേസസ് ഉണ്ട് കേട്ടോ, ഫേസസ്. നോക്കിക്കേ, തന്നിട്ടുള്ള പ്രിസത്തിന് എന്തുണ്ട്? ഒരു ട്രയാങ്കിൾ ഫേസ് ഉണ്ട്, ഒരു റെക്ടാങ്കിൾ ഫേസ് ഉണ്ട്, താഴെ ഒരു ട്രയാങ്കിൾ ഫേസ് ഉണ്ട്, ചുറ്റും റെക്ടാങ്കിൾ ഫേസസ് ഉണ്ട് അല്ലേ? അപ്പൊ നോക്കിക്കേ, ഇതൊക്കെ പ്രിസത്തിന്റെ എന്താണ്? ഫേസസ് ആണ് അല്ലേ? പ്രിസത്തിന്റെ ഫേസസ് ആണ്. നോക്കിക്കേ, നമ്മുടെ പ്രിസത്തിന്റെ ട്രയാങ്കിൾ ഫേസ് എന്ന് പറയുന്നത് താഴെയുണ്ട് മുകളിലും ഉണ്ട്, രണ്ടും ഐഡന്റിക്കൽ ആണ് അല്ലെ? അങ്ങനെ വരുന്ന ഫേസസ് ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബേസ് എന്ന് വിളിക്കുന്നത്. താഴെയും മുകളിലും ഐഡന്റിക്കൽ ആയിട്ട് വരുന്ന ഫേസസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രിസത്തിന്റെ ബേസ് എന്ന് വിളിക്കുന്നത്. അതാണ് പറയുന്നത് വിച്ച് ഹാസ് ഐഡന്റിക്കൽ ഫേസസ് അറ്റ് ബോത്ത് എൻഡ്. രണ്ട് എൻഡിലും എന്തുണ്ട്? പ്രിസത്തിന് ഐഡന്റിക്കൽ ഫേസസ് ഉണ്ട്. ഇനി നോക്കിക്കേ, ചുറ്റുമുള്ള ഈ ട്രയാങ്കിൾസ് ഉള്ള 3 ഫേസസ് ഉണ്ടല്ലോ, ആ ഒരു സെക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലാറ്ററൽ ഫേസ് എന്ന് വിളിക്കുന്നില്ല. അതിനെ ടോട്ടൽ ആയിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് ലാറ്ററൽ ഫേസ്. താഴെ മുകളിലുള്ള എന്താ നമ്മൾ പറഞ്ഞു? ബേസ് ആണെന്ന് പറഞ്ഞു. അത് കൂടാണ്ട് നമുക്ക് ചുറ്റുമുള്ള ഇതിപ്പോ ട്രയാങ്കുലർ പ്രിസത്തിന്റെ കേസ് മാത്രമല്ല, ഏത് പ്രിസം എടുത്താലും നമുക്ക് ലാറ്ററൽ ഫേസ് എന്തേ വരുള്ളൂ? റെക്ടാങ്കിൾ ആയിട്ടേ വരുള്ളൂ കേട്ടോ. അപ്പൊ ആ ചുറ്റും വരുന്ന ആ ഒരു ഫേസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലാറ്ററൽ ഫേസ് എന്ന് വിളിക്കുന്നത്. ഇനി അവിടെ തന്നെ നോക്കിക്കേ, നമ്മുടെ ഇതിനെ രണ്ടിനെ നമ്മൾ എന്തായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്? ബേസ് ആയിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോ എൻഡിലും കോർണേഴ്സ് കണ്ടോ? ആ കോർണേഴ്സ് ഉള്ള പോയിന്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വേർട്ടെക്സ് അഥവാ വേർട്ടീസസ് എന്ന് വിളിക്കുന്നത്. വേർട്ടെക്സ് ആണ് ഈ കാണുന്ന ഓരോ കോർണേഴ്സും എന്ന് പറയുന്നത്. ഇനി എഡ്ജ് ആണെങ്കിലോ, നോക്കിക്കേ, ഓരോ എഡ്ജ്, ഓരോ സൈഡ് രണ്ട് വേർട്ടീസസ് ജോയിൻ ചെയ്യുന്ന ആ ഒരു ലൈനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എഡ്ജ് എന്ന് വിളിക്കുന്നത്. ഇനി ലാറ്ററൽ ഫേസ് എന്ന് മാർക്ക് ചെയ്തേക്കുന്നത് കണ്ടോ? ഇത് ഈ ഒരു ടോട്ടൽ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലാറ്ററൽ ഫേസ് എന്ന് വിളിക്കുന്നത്. ഇതാണ് നമ്മുടെ ബേസ്. ഇനി ഒരു ട്രയാങ്കുലർ പ്രിസം മാത്രമാണ് നമ്മളിപ്പോൾ എടുത്തു വെച്ചിട്ടുള്ളത്. ഇത് കൂടാണ്ട് വേറെയും റെക്ടാങ്കുലർ പ്രിസം ഉണ്ട്, ഹെക്സഗണൽ പ്രിസം ഉണ്ട്, പെന്റഗണൽ പ്രിസം ഉണ്ട്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രിസം ഉണ്ട്. ആ പ്രിസം എല്ലാം നമ്മളിപ്പോൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഓരോ പ്രിസത്തിനും അതിൻ്റെതായ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ട്. ഇനി കൂടുതൽ പ്രിസത്തിന്റെ ഫീച്ചേഴ്സിലോട്ട് പോയാലോ? നോക്കിക്കേ, എ പ്രിസം ക്യാൻ ബി ക്യാരക്ടറൈസ്ഡ് യൂസിങ് 3 ഫീച്ചേഴ്സ്. 3 ഫീച്ചേഴ്സ് ഉപയോഗിച്ച് പ്രിസത്തെ ക്യാരക്ടറൈസ് ചെയ്യാം. എന്തൊക്കെയാണ്? ഫേസ് ഉണ്ട്, എഡ്ജ് ഉണ്ട്, വേർട്ടെക്സ് ഉണ്ട്. നമ്മളിപ്പോ കണ്ടല്ലേ. ഫേസ് എന്താണ്? എ ക്ലോസ്ഡ് ഫ്ലാറ്റ് സർഫസ് സറൗണ്ടഡ് ബൈ എഡ്ജസ് ആൻഡ് വേർട്ടീസസ്. എഡ്ജസും വേർട്ടീസസാലും ക്ലോസ് ചെയ്യപ്പെട്ട ഒരു ഫ്ലാറ്റ് ഫേസിനെയാണ് എന്ത് വിളിക്കുന്നത്? ഫേസ് എന്ന് വിളിക്കുന്നത്. അടുത്ത നോക്കിയേ, കണക്ട് 2 വേർട്ടീസസ് വിത്ത് എ സ്ട്രേറ്റ് ലൈൻ. അതാരാ? എഡ്ജ്. വേർട്ടീസസിനെ കണക്ട് ചെയ്യുന്നതാണ് എന്തെന്ന് ഞാൻ പറഞ്ഞായിരുന്നു? എഡ്ജ് എന്ന് പറഞ്ഞായിരുന്നു അല്ലേ? അടുത്ത എന്ത്? വേർട്ടെക്സ് എന്തായിരുന്നു? കോർണേഴ്സ് അല്ലെ? എ പോയിന്റ് വേർ 2 or more എഡ്ജസ് മീറ്റ്. എഡ്ജസ് മീറ്റ് ചെയ്യുന്ന ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? കോർണേഴ്സ് എന്ന് വിളിക്കുന്നത്. നോക്കിക്കേ, ഇതെല്ലാം ഓരോ കോർണർ അല്ലേ? ഇത് കോർണർ ആണ്, അത് വേർട്ടെക്സ് ആണ്, ഇത് എഡ്ജ് ആണ്, ഇതാണ് നമ്മുടെ ചുറ്റുമുള്ളതാണ് എന്ത്? ലാറ്ററൽ ഫേസസ്. താഴെ മുകളിലുള്ള ഐഡന്റിക്കൽ ഫേസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബേസ് എന്ന് വിളിക്കുന്നത്. അത് ഫേസസ് ആർ ഫ്ലാറ്റ്സ്. ഇപ്പൊ മനസ്സിലായില്ലേ എന്താണ് പ്രിസത്തിന് അഥവാ സ്തംഭങ്ങൾ എന്ന്? നോക്കിക്കേ,
കുറച്ച് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രിസം നോക്കിയാലോ? നോക്കിക്കേ, ആദ്യത്തെ ട്രയാങ്കുലർ പ്രിസം നമ്മൾ കണ്ടല്ലേ, രണ്ട് ഫേസും എന്തായിരിക്കും, ബേസസ് എല്ലാം ട്രയാങ്കിൾസ് ആയിരിക്കും, ബാക്കി റെക്ടാങ്കിൾസ് ആയിരിക്കും. എന്താണ് പ്രിസത്തിന്റെ പ്രത്യേകത? ഏത് പ്രിസം എടുത്താലും അതിന്റെ ബേസസ് മാറാം. ബേസസ് ട്രയാങ്കിൾ ആവാം, റെക്ടാങ്കിൾ ആവാം, സ്ക്വയർ ആവാം, പെന്റഗൺ ആവാം, ഹെക്സഗൺ ആവാം, എന്തും ആവാം. പക്ഷെ എന്തായിരിക്കും, ലാറ്ററൽ ഫേസ് എപ്പോഴും റെക്ടാങ്കിൾ ആയിരിക്കും. നോക്കിക്കേ, ഇനി അതിന്റെ അകത്ത് നമുക്ക് എത്ര എമൗണ്ട് കൊള്ളും, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് നോക്കാം. നോക്കിക്കേ, ഒരു ട്രയാങ്കുലർ പ്രിസത്തിന്റെ കാര്യം പറഞ്ഞു. 5 ഫേസസ് ഉണ്ട് അല്ലെ? ഏതൊക്കെയാ? 2 ട്രയാങ്കുലർ ഫേസസ് ഓൾറെഡി നമ്മൾ കണ്ടു. അത് കൂടാണ്ട് 3 റെക്ടാങ്കുലർ ഫേസസ്, 1 താഴെ 2 3 അല്ലെ? 3 റെക്ടാങ്കുലർ ഫേസസും കൂടെ കൂടുമ്പോൾ എത്ര ഫേസസ് ആയി? ടോട്ടൽ 5 ഫേസസ് ആയി. നോക്കി, എഡ്ജസ് എത്രയെണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8 9. എത്രയായി? 9 എഡ്ജസ് ആയി. ഇനി വേർട്ടീസസ് ആ നോക്കിക്കേ, 1 2 3 4 5 6 വേർട്ടീസസ് ഉണ്ട് അല്ലെ? അതുപോലെ റെക്ടാങ്കുലർ പ്രിസം നോക്കിക്കേ, ഇത്ര നേരം നമ്മൾ കണ്ടത് ട്രയാങ്കുലർ പ്രിസം ആയിരുന്നു. റെക്ടാങ്കുലർ പ്രിസത്തിന്റെ പ്രത്യേകത നോക്കിക്കേ, ബേസ് എന്താ? ബേസ് റെക്ടാങ്കിൾ അല്ലേ? അപ്പൊ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു, എന്താ? പേരിനനുസരിച്ച്, അതായത് നമ്മുടെ ബേസിന്റെ ഷേപ്പിനനുസരിച്ചാണ് നമ്മൾ പ്രിസത്തിന് പേര് കൊടുക്കുന്നത്. ഇവിടെ ട്രയാങ്കുലർ ആയിരുന്നു ഇതിന്റെ ബേസ്, അപ്പൊ നമ്മൾ എന്ത് വിളിച്ചു? ട്രയാങ്കുലർ പ്രിസം എന്ന് വിളിച്ചു. ഇവിടെ റെക്ടാങ്കുലർ ബേസ് ആയപ്പം എന്ത് വിളിക്കുന്നു? റെക്ടാങ്കുലർ പ്രിസം എന്ന് വിളിക്കുന്നു. ഇനി ഇവിടെ സ്ക്വയർ ആയാൽ അതൊരു സ്ക്വയർ പ്രിസമാണ്, ഇതൊരു പെന്റഗൺ ആയാൽ അതൊരു പെന്റഗണൽ പ്രിസമാണ്. ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നോക്കിക്കേ, ഇതിന് എത്ര ഫേസസ് ഉണ്ട്? നിങ്ങൾ അതിന് എണ്ണി നോക്കിക്കേ, 6 ഫേസസ് ഉണ്ടോന്ന്. 1 2 3 4 5 6 6 ഫേസസ് ഉണ്ട് അല്ലെ? ഈ 12 എഡ്ജസ് ഉണ്ട്, 8 വെർട്ടീസസ് ഉള്ളതാണ് എന്ത്? റെക്ടാങ്കുലർ പ്രിസം എന്ന് പറയുന്നത്. ഇനി സ്ക്വയർ നോക്കിക്കേ, സ്ക്വയറിന്റെ ബേസ് എന്തായിരിക്കും? സ്ക്വയർ പ്രിസത്തിന്റെ ബേസ് എപ്പോഴും സ്ക്വയർ ആയിരിക്കും. അതിന് 6 ഫേസസ് ഉണ്ട്, കാരണം താഴെ മുകളിൽ ഓരോ ബേസ്, ബാക്കി 4 റെക്ടാങ്കുലർ ഫേസസ്. നോക്കിയേ, 12 എഡ്ജസ് ഉണ്ട്, 8 വെർട്ടീസസും ഉണ്ട്. അടുത്ത് പെന്റഗണൽ പ്രിസം ആയതുകൊണ്ട് അതിന്റെ ബേസ് എന്തായിരിക്കും? പെന്റഗൺ ആയിരിക്കും. 7 ഫേസസ് ഉണ്ട്, 1 2 3 4 5 6 7 7 ഫേസസ് ഉണ്ട്. അത് കൂടാണ്ട് 15 എഡ്ജസ് ഉണ്ട്, 10 വെർട്ടീസസും ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്നാ തന്നിട്ടുള്ളത്? ഐഡന്റിഫൈ ദ ഗിവൺ ഷേപ്പ്. കുറച്ച് ഷേപ്പ് തന്നിട്ടുണ്ട് അല്ലെ? എല്ലാം പ്രിസമാണ് തന്നിട്ടുള്ളത്. എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? എന്താണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഓരോ ഷേപ്പും ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു, ഒരു പ്രിസത്തിന്റെ പേര് കണ്ടുപിടിക്കാൻ നമ്മൾ ആരെ നോക്കിയാൽ മതി? ബേസിനെ നോക്കിയാൽ മതി അല്ലെ? ഇവിടെ ബേസ് ആരാ? ഈ കാണുന്ന ഷേപ്പാണ് നമ്മുടെ ബേസ്. അതിന് എത്ര ഇതുണ്ടെന്ന് നോക്കിക്കേ, എത്ര എഡ്ജസ് ഉണ്ടെന്ന് നോക്കിക്കേ. 1 2 3 4 5 6 എഡ്ജസ് ഉണ്ട് അല്ലെ? അപ്പൊ ഇതെന്താണ്? ഒരു ഹെക്സഗൺ ആണല്ലേ? ഹെക്സഗൺ ആണെങ്കിൽ ഇതിന്റെ പേര് എന്തായിരിക്കും? ഹെക്സഗണൽ പ്രിസം ആയിരിക്കും. കാരണം എന്താണ്? അതിന്റെ ഹെക്സഗണൽ പ്രിസം ആയിരിക്കും. ഇനി നോക്കി, അതിന്റെ ലാറ്ററൽ ഫേസ് നോക്കിയാൽ എല്ലാം റെക്ടാങ്കിൾ അല്ലേ? താഴെ മുകളിലും ഐഡന്റിക്കൽ ബേസസ് അല്ലേ? അതെ, രണ്ടും ഹെക്സഗൺ ആണ്, ചുറ്റും റെക്ടാങ്കിൾസ് ആണ്. അതിന്റെ ഉൾവശത്ത് നമുക്ക് കാണാം കൊള്ളാവുന്ന വ്യാപ്തം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതെന്താണ്? ഒരു 3 ഡയമെൻഷണൽ ഫിഗർ ആണ്. അപ്പം നമ്മുടെ ഹെക്സഗണൽ പ്രിസമാണ്. നോക്കിക്കേ, അടുത്ത് നോക്കിക്കേ, ഇതിന്റെ ഷേപ്പ് എന്താണ്? നമ്മുടെ ബേസിന്റെ ഷേപ്പ് ആരുടെ ഷേപ്പുമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? ഒരു ട്രപ്പിസോയിഡ് ആയിട്ട് തോന്നുന്നുണ്ടോ? ട്രപ്പിസോയിഡ് ആയിട്ട് തോന്നുന്നുണ്ട് അല്ലേ? ഇനി താഴെ മുകളിലും ട്രപ്പിസോയിഡ് ആണോ നോക്കിയേ? അതെ, ചുറ്റും റെക്ടാങ്കിൾസും ആണ്. അപ്പൊ ഇത് എന്ത് ടൈപ്പ് ഓഫ് പ്രിസമാണ്? ട്രപ്പിസോയിഡൽ പ്രിസമാണ്. ഇനി അടുത്ത ആളെ നോക്കിക്കേ, അടുത്ത ആള് നമ്മുടെ നോക്കിക്കേ, ചുറ്റും റെക്ടാങ്കിൾസ് ഉണ്ട്, താഴെ മുകളിലും ഐഡന്റിക്കൽ ബേസസ് ആണ്. അപ്പൊ നമുക്ക് സൈഡ് തന്നെ നോക്കാം. 1 2 3 4 5 6 7 8 ഉണ്ട് അല്ലേ? അപ്പൊ എന്താണ്? ഒക്ടഗൺ ആണ്. അപ്പൊ നമ്മുടെ പ്രിസം എന്തായിരിക്കും? ഒക്ടഗണൽ പ്രിസം ആയിരിക്കും നമുക്ക് തന്നിട്ടുള്ളത്. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെയാണ് ഒരു ഷേപ്പ് കിട്ടിയാൽ നമ്മൾ ഏത് ഷേപ്പാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അടുത്തൊരു സെക്ഷനിലോട്ട് പോവാം. ഇനി ആദ്യം നമ്മൾ ഈ സെക്ഷനിൽ നോക്കുന്നത് വോളിയം ആണ്. ഇപ്പൊ നമ്മൾ ഇത്രയും നേരം എന്താണ് പ്രിസം എന്നൊക്കെ കണ്ടു. ഇനി പ്രിസത്തിന്റെ വോളിയം എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കിക്കേ, ദ വോളിയം ഓഫ് എനി പ്രിസം ഇസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഇറ്റ്സ് ബേസ് ഏരിയ ആൻഡ് ഹൈറ്റ്. ഒരു ഏത് പ്രിസം എടുത്താലും അതിന്റെ വോളിയം എന്തായിരിക്കും എന്നാ പറയുന്നത്? അതായത് അത് ഉൾക്കൊള്ളുന്ന ആ ഒരു വ്യാപ്തം, അല്ലെങ്കിൽ നമ്മുടെ ഉൾക്കൊള്ളുന്ന ഏരിയ എത്രയാന്ന് പറയുന്നത് എങ്ങനെയാ? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണെന്നാ പറയുന്നത്. അതായത് ഏത് ബേസ് ആണോ അതിന്റെ ഏരിയ ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വ്യാപ്തം കിട്ടും അല്ലെ? അതായത് വോളിയം ഈസ് ഈക്വൽ ടു, നമുക്കൊരു ഫോർമുല ആയിട്ട് എഴുതി വെക്കാം. വോളിയം ഈസ് ഈക്വൽ ടു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഇനി നോക്കാമല്ലോ, നമുക്ക് ഓരോ പ്രോബ്ലത്തിലോട്ട് നോക്കിയാലോ. അപ്പൊ ഇതെപ്പോഴും നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. ഇത് വെച്ചിട്ടാണ് നമുക്ക് എല്ലാ പ്രോബ്ലംസും ചെയ്യേണ്ടത്. ഓക്കെ, ഇതൊന്ന് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് വെച്ചോളുക.
അടുത്ത നോക്കിക്കേ, ഹെൽപ്പ് എനീസ ടു ഫൈൻഡ് ദ വോളിയം ഓഫ് എ പ്രിസം ഹൂസ് ബേസ് ഏരിയ ഈസ് 40 സ്ക്വയർ യൂണിറ്റ് ആൻഡ് ഹൈറ്റ് 7 യൂണിറ്റ്. എന്താ പറയുന്നത്? ഒരു പ്രിസത്തിന്റെ വോളിയം കണ്ടുപിടിക്കണം. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ബേസ് ഏരിയയും തന്നിട്ടുണ്ട്, 40 സ്ക്വയർ യൂണിറ്റ് ആണ്, ഹൈറ്റ് 7 യൂണിറ്റ് ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പൊ എന്താ പഠിച്ചത്? ഏത് പ്രിസത്തിന്റെ ആണെങ്കിലും വോളിയം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി എന്നാ പറഞ്ഞത്? ആ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പൊ നോക്കിക്കേ, നമുക്ക് എന്താ തന്നിട്ടുള്ളത്? ബേസ് ഏരിയ തന്നിട്ടുണ്ട്, എത്രയാണ്? 40 സ്ക്വയർ യൂണിറ്റ് ആണ് അല്ലെ, 40 സ്ക്വയർ യൂണിറ്റ് ആണ്. ഇനി ഹൈറ്റ് എച്ച് എന്താ തന്നിട്ടുള്ളത്? 7 യൂണിറ്റ് ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ ഡയറക്റ്റ്? വോളിയം ഈസ് ഈക്വൽ ടു ബേസ് ഏരിയ 40 ഇൻറ്റു ഹൈറ്റ് 7, എത്ര വരും? 280 യൂണിറ്റ് ക്യൂബ് വരും അല്ലെ, അഥവാ ക്യൂബിക് യൂണിറ്റ് വരും അല്ലെ. അപ്പൊ നമ്മൾ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ എന്ത് കിട്ടും? വോളിയം കിട്ടുമെന്ന് കണ്ടു. ഇവിടെ എന്തായിരുന്നു? ഇവിടെ നമുക്ക് ബേസ് ഏരിയയും ഹൈറ്റും ഡയറക്റ്റ് തന്നിട്ടുള്ളത് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റി. ഇനി എല്ലാ ക്വസ്റ്റിനും അതുപോലെ കിട്ടില്ല, നമ്മളായിട്ട് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ജെറിൻ ഹാസ് എ വാട്ടർ ടാങ്ക് ഇൻ ദ ഷേപ്പ് ഓഫ് എ റെക്ടാംഗുലർ പ്രിസം. റെക്ടാംഗുലർ പ്രിസം ആണ് അല്ലേ അടുത്ത്. അപ്പൊ നോക്കിയേ, വിച്ച് ഈസ് ഓഫ് ലെങ്ത് 7 മീറ്റർ, ബ്രെഡ്ത്ത് 3 മീറ്റർ, ഹൈറ്റ് 10 മീറ്റർ. എന്താ പറഞ്ഞിട്ടുള്ളത്? ജെറിന് റെക്ടാംഗുലർ പ്രിസത്തിന്റെ ഷേപ്പിൽ ഒരു വാട്ടർ ടാങ്ക് ഉണ്ടായിരുന്നു. ഇതിന്റെ ലെങ്ത് 7 മീറ്റർ ആണ്, ബ്രെഡ്ത്ത് 3 മീറ്റർ ആണ്, ഹൈറ്റ് 10 മീറ്റർ ആണ്. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ വിൽ ദ ടാങ്ക് ഹോൾഡ്? എത്ര ലിറ്റർ ഓഫ് വാട്ടർ, അതായത് നമുക്ക് ഹൗ മച്ച് ക്വാണ്ടിറ്റി ആ റെക്ടാംഗുലർ പ്രിസത്തിനുള്ളിൽ എത്ര കൊള്ളുമെന്നാണ്. അപ്പം വ്യാപ്തം അഥവാ വോളിയം കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയായിരിക്കും. എത്ര ലിറ്റർ ഹോൾഡ് ചെയ്യാൻ പറ്റും, എത്ര ലിറ്റർ വാട്ടർ ഹോൾഡ് ചെയ്യാൻ പറ്റും, അതിൽ എത്ര കൊള്ളും എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻഡയറക്റ്റ് ആയിട്ട് എന്താണ് ചോദിക്കുന്നത്? വോളിയം ആണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കോണം. ഉള്ളിൽ കൊള്ളുന്ന ആ ഒരു വ്യാപ്തം, അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറേജ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഓയിൽ ആയിരിക്കും വാട്ടറിന് പകരം, അങ്ങനെ എന്ത് തന്നാലും നിങ്ങൾ എന്ത് മനസ്സിലാക്കിക്കോണം? വ്യാപ്തമല്ലോ അഥവാ വോളിയം ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലാക്കിക്കോണം. ഓക്കെ, അപ്പൊ നോക്കി, ഇവിടെ നമുക്ക് എന്തൊക്കെയാ തന്നിട്ടുള്ളതെന്ന് എടുത്ത് എഴുതാം. ലെങ്ത് L ഈസ് ഈക്വൽ ടു 7 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. അതുപോലെ വേറെ എന്താ തന്നിട്ടുള്ളത്? ബ്രെഡ്ത്ത് 3 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. അതുപോലെ ഹൈറ്റ് 10 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? അപ്പൊ വോളിയം അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി നോക്കിക്കേ, ഒരു റെക്ടാംഗുലർ പ്രിസത്തിന്റെ വോളിയം കണ്ടുപിടിക്കണം. വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്ക് എന്താണെന്നേ അറിയത്തുള്ളൂ? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണേ അറിയത്തുള്ളൂ. അപ്പം ഇവിടെ ബേസ് ആരാണ്? ബേസ് റെക്ടാംഗിൾ ആണല്ലേ. ബേസ് റെക്ടാംഗിൾ ആയിട്ട് വന്നാൽ റെക്ടാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കലല്ലേ ബേസ് ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത്. ബേസ് ആരാണ്? റെക്ടാംഗിൾ ആണ്. അപ്പൊ ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് റെക്ടാംഗിൾ അല്ലേ വരുന്നത്. ഏരിയ ഓഫ് റെക്ടാംഗിൾ എന്താന്ന് നിങ്ങൾക്ക് അറിയാലോ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പൊ ഏരിയ ഓഫ് റെക്ടാംഗിൾ കിട്ടി. ഇനി നമ്മൾ അത് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? നമ്മുടെ വോളിയത്തിന്റെ അവിടെ, ബേസ് ഏരിയയുടെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലെ. അപ്പൊ ബേസ് ഏരിയക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ബേസ് റെക്ടാംഗിൾ ആയതുകൊണ്ട് ബേസ് ഏരിയക്ക് വരാൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് കൊടുത്തു. ഹൈറ്റിന് മാറ്റം ഉണ്ടോ? ഇല്ല. അപ്പൊ വോളിയം എന്ത് വരും? LBH എന്ന് വരും. ഇനി ലെങ്ത് ആരാ? ലെങ്ത് എത്രയും തന്നിട്ടുണ്ട്? 7 ആണ് തന്നിട്ടുണ്ട്. ബ്രെഡ്ത്ത് എത്രയും തന്നിട്ടുണ്ട്? 3 ആണ് തന്നിട്ടുണ്ട്. ഹൈറ്റ് എത്രയും തന്നിട്ടുണ്ട്? 10 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ എത്ര വരും? 21 ഇൻറ്റു 10, 210 വരും അല്ലെ. നമ്മുടെ വോളിയം ആരായിരുന്നു? മീറ്റർ ആയിരുന്നു. അപ്പൊ മീറ്റർ ക്യൂബ് അഥവാ ക്യൂബിക് മീറ്റർ വരും എന്ത്? നമ്മുടെ വോളിയം ഓഫ് ദിസ് റെക്ടാംഗുലർ പ്രിസം എന്ന് പറയുന്നത്. അപ്പൊ ഒരു ബേസിക് ഐഡിയ കിട്ടിയല്ലോ. പിന്നെ അതുപോലെ വോളിയം എഴുതുമ്പോൾ യൂണിറ്റ് ശ്രദ്ധിക്കണം. എപ്പോഴും ക്യൂബിക്കിൽ മാത്രമേ എന്ത് വരുള്ളൂ? വോളിയത്തിന്റെ യൂണിറ്റ് വരുള്ളൂ. ഇനി അതുപോലെ അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. അടുത്ത എന്താ തന്നിട്ടുള്ളത്? ഒരു സിലിണ്ടർ ആണല്ലേ തന്നിട്ടുള്ളത്. എ സിലിണ്ടർ ഹാസ് ഹൈറ്റ് 30 സെന്റിമീറ്റർ ആൻഡ് ബേസ് റേഡിയസ് 6 സെന്റിമീറ്റർ. ദെൻ ഫൈൻഡ് ഇറ്റ്സ് വോളിയം. എന്താണ് തന്നിട്ടുള്ളത്? നമുക്ക് വോളിയം ആണ് കണ്ടുപിടിക്കാനുള്ളത് മനസ്സിലായി. ഓക്കെ, വോളിയം നമുക്കറിയാവുന്ന ഫോർമുലയെ നമ്മൾ എടുത്തെഴുതി. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് നമുക്ക് വേണ്ടത് എന്ന് മനസ്സിലായി. ഓക്കെ, ഇനി എന്താ തന്നിട്ടുള്ളത്? ഹൈറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, H ഈസ് ഈക്വൽ ടു 30 സെന്റിമീറ്റർ ആണെന്ന് നമുക്കറിയാം. ഇനി ബേസ് റേഡിയസ് 6 തന്നിട്ടുണ്ട്. ബേസ് റേഡിയസ് 6 തന്നിട്ടുണ്ട്, 6 സെന്റിമീറ്റർ ആണ്. പക്ഷെ നമുക്ക് വേണ്ടത് ബേസ് ഏരിയ അല്ലേ. ഇവിടെ ബേസ് ആരാണ്? ഒരു സിലിണ്ടറിന്റെ ബേസ് എന്ന് പറയുന്നത് സർക്കിൾ അല്ലേ. നോക്കിക്കേ, ഈ ഒരു ഫേസിൽ സർക്കിൾ ആണ്, താഴത്തെ ഫേസിലും സർക്കിൾ വന്നാൽ മാത്രമേ നമ്മുടെ ഫിഗർ എന്താവുള്ളൂ? നമ്മുടെ സിലിണ്ടർ കറക്റ്റ് ആവുള്ളൂ അല്ലെ. താഴെ മുകളിലും സർക്കിൾ ആണ്. ആ സർക്കിളിന്റെ റേഡിയസ് ആണ് എന്ത് തന്നിട്ടുള്ളത്? 6 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ ബേസ് ഏരിയ ഓഫ് എ സർക്കിൾ അല്ലേ വരേണ്ടത്? അതെ. ഇനി സർക്കിളിന്റെ ഏരിയ എന്താണ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? പൈ ആർ സ്ക്വയർ അല്ലേ. ഇവിടെ നമുക്ക് എന്തുണ്ട്? 6 ഉണ്ട്. അപ്പൊ ഡയറക്റ്റ് കണ്ടുപിടിക്കാലോ. പൈ ഇൻറ്റു 6 സ്ക്വയർ ഇസ് ഈക്വൽ ടു 36 പൈ സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും എന്ത്?
നമ്മുടെ ബേസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരാളെ കിട്ടി, ബേസ് ഏരിയ. ബേസ് സർക്കിൾ ആയതുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? സർക്കിളിന്റെ ഏരിയ, ബേസ് ഏരിയ വേണ്ടതുകൊണ്ട് സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നു. അത് പൈ ആർ സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 36 പൈ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, ഹൈറ്റ് നമുക്ക് 30 സെന്റിമീറ്റർ ആണ് ഇവിടെ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇനി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? ഇനി വോളിയം ഈസ് ഈക്വൽ ടു ബേസ് ഏരിയ 36 പൈ ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് 30 ആണെന്ന് അറിയാം. 36 ഇൻറ്റു 30 വരും. അത് എത്രയാ? 1080. എത്രയായിരുന്നു നമ്മുടെ മീറ്റർ ആയിരുന്നോ സെന്റിമീറ്റർ ആയിരുന്നു? സെന്റിമീറ്റർ ആയിരുന്നു അല്ലേ? അപ്പൊ സെന്റിമീറ്റർ ക്യൂബ്. വോളിയം എത്ര വരും? 1080 ക്യൂബിക് സെന്റിമീറ്റർ ആണ് എന്ത് വരുന്നത്? ഈ സിലിണ്ടറിന്റെ വോളിയം എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലായല്ലോ സിലിണ്ടറിന്റെ ബേസ് എന്താണ്? നമുക്ക് എന്താണെങ്കിലും തന്നിട്ടുള്ള ഫിഗറിന്റെ ബേസ് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. ബേസിന്റെ ഏരിയ, റെക്ടാംഗിൾ ആണെങ്കിൽ ഏരിയ എന്ത് വരും? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് വരും. സ്ക്വയർ ആണെങ്കിൽ ഏരിയ എന്ത് വരും? സൈഡ് ഇൻറ്റു സൈഡ് വരും. അതുപോലെ സർക്കിൾ ആണെങ്കിൽ പൈ ആർ സ്ക്വയർ വരും. അങ്ങനെ എല്ലാ സംഭവങ്ങളും ഒന്ന് ബേസും കൂടെ ഒന്ന് പഠിച്ചിരിക്കണം. അടുത്ത നോക്കിക്കേ, ഇത് ബേസ് എഡ്ജ് ഓഫ് എ സ്ക്വയർ പ്രിസം. ഇത്രയും നേരം നമ്മൾ റെക്ടാംഗുലർ പ്രിസം കണ്ടു, ട്രയാംഗുലർ പ്രിസം കണ്ടു, സ്ക്വയർ പ്രിസം കണ്ടില്ല അല്ലേ? അപ്പൊ നോക്കിക്കേ, വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ സ്ക്വയർ പ്രിസത്തെ നമുക്ക് വേറൊരു പേരും കൂടെ ഉണ്ട്. ഇത് ആരുടെ ഷേപ്പിലായിരിക്കുന്നത്? ക്യൂബ് ആണ് അല്ലേ? സ്ക്വയർ പ്രിസം എന്താണ്? സ്ക്വയർ പ്രിസം ഒരു ക്യൂബ് ആണ്. അതുപോലെ റെക്ടാംഗുലർ പ്രിസത്തിന് വേറൊരു പേരുണ്ട്, ക്യൂബോയിഡ് എന്നാണ് നമ്മൾ പറയുന്നത്. റെക്ടാംഗുലർ പ്രിസത്തെ എന്താ വിളിക്കുന്നത്? ക്യൂബോയിഡ്. സ്ക്വയർ പ്രിസത്തെ എന്താ വിളിക്കുന്നത്? ക്യൂബ്. അപ്പൊ ഇതൊന്ന് മനസ്സിൽ വെച്ചോളാം. അപ്പൊ നോക്കിയേ, ദ ബേസ് എഡ്ജ് ഓഫ് എ സ്ക്വയർ പ്രിസം ഇസ് 20 സെന്റിമീറ്റർ. എന്ത് തന്നിട്ടുണ്ട്? ഒരു സ്ക്വയർ പ്രിസത്തിന്റെ ബേസ് എഡ്ജ് എന്താണ്? 20 സെന്റിമീറ്റർ. സ്ക്വയർ ആയതുകൊണ്ട് എല്ലാ സൈഡും എന്തായിരിക്കും? 20 ആയിരിക്കില്ലേ? ഓക്കെ. ദ ടോട്ടൽ സർഫസ് ഏരിയ ഈസ് 3040, അതായത് 3040 മീറ്റർ സ്ക്വയർ ആണ് ടോട്ടൽ സർഫസ് ഏരിയ എന്ന് തന്നിട്ടുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ഇറ്റ്സ് ഹൈറ്റ്? ഹൈറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. എന്താണ് തന്നിട്ടുള്ളത്? ടോട്ടൽ സർഫസ് ഏരിയ തന്നിട്ടുണ്ട്. ടോട്ടൽ സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു 3040 മീറ്റർ സ്ക്വയർ. വേറെ എന്താ തന്നിട്ടുള്ളത്? ബേസ് എഡ്ജ്. ബേസ് എഡ്ജ് എ എന്ന് എടുക്കാം നമുക്ക്. ബേസ് എഡ്ജ് എ ഈസ് ഈക്വൽ ടു 20 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. വേറൊരു കാര്യം നോക്കിക്കേ, എന്താണ് ടോട്ടൽ സർഫസ് ഏരിയ? ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാല് നമ്മുടെ ബേസിന്റെ ഏരിയ മാത്രമാണോ? അല്ല അല്ലേ. നമ്മുടെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാല് ആ ബേസ് ഏരിയ വരും. ബേസ് ഒരെണ്ണമാണോ ഉള്ളത്? അല്ല, രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ നമുക്ക് 2 ഇൻറ്റു ബേസ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. പ്ലസ് എന്ത് വരും? ലാറ്ററൽ സർഫസ് ഏരിയയും വരില്ലേ? അപ്പൊ അതെല്ലാം കൂടെ ചേരുന്നതാണ് എന്ത്? ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. സർഫസ് ഏരിയ എന്തൊക്കെയുണ്ട്? 2 ബേസും നമ്മുടെ ലാറ്ററൽ ഫേസും ഉണ്ട്. അപ്പം എന്ത് വരും? ടോട്ടൽ സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ബേസ് ഏരിയ പ്ലസ് ലാറ്ററൽ സർഫസ് ഏരിയ. ഓക്കെ, ടോട്ടൽ സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ബേസ് ഏരിയ പ്ലസ് ലാറ്ററൽ സർഫസ് ഏരിയ. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. ഇതൊക്കെ നിങ്ങൾ ഇനി വരുന്ന സെക്ഷനിലും പഠിക്കുന്നുണ്ട്, പക്ഷെ ഒന്ന് ഓർത്ത് വെച്ചോളുക. ഓക്കെ. അപ്പൊ ബേസ് സ്ക്വയർ ആണെന്ന് കിട്ടി. അപ്പൊ നമ്മുടെ ബേസ് ഏരിയ, സ്ക്വയറിന്റെ ഏരിയ, ഒരു സൈഡ് എ എന്ന് എടുത്താൽ എ ഇൻറ്റു എ അല്ലേ നമ്മുടെ സ്ക്വയറിന്റെ ഏരിയ, അതായത് എ സ്ക്വയർ. ഓക്കെ, ഇപ്പൊ 2 ഇൻറ്റു എ സ്ക്വയർ എന്ന് കിട്ടി. ഇനി ലാറ്ററൽ സർഫസ് ഏരിയ നോക്കണം. ഇനി സ്ക്വയർ ആയതുകൊണ്ട് നമ്മുടെ ലാറ്ററൽ സർഫസ് ഏരിയക്ക് വേറൊരു ഇക്വേഷൻ ഉണ്ട്, നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് വോളിയം കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ പറഞ്ഞത്? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്നല്ലേ പറഞ്ഞത്? അതുപോലെ ലാറ്ററൽ സർഫസ് ഏരിയക്ക് നമുക്ക് പറയാം ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ്. അവിടെ ബേസ് ഏരിയ ആയിരുന്നെങ്കിൽ ഇവിടെ എന്തായി? ബേസ് പെരിമീറ്റർ ആയി. എന്ത്? നമ്മുടെ ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പൊ വോളിയം ആണെങ്കിൽ എന്താണ്? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. അതുപോലെ ലാറ്ററൽ സർഫസ് ഏരിയ ആണെങ്കിൽ ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പൊ ഇവിടെ നോക്കിയാൽ ലാറ്ററൽ സർഫസ് ഏരിയ കാണാൻ നമുക്ക് ബേസ് പെരിമീറ്റർ വേണം. ഓക്കെ, ബേസ് ആരാണ്? സ്ക്വയർ ആണ്. സ്ക്വയറിന്റെ പെരിമീറ്റർ എന്താണ്? ഒരു സൈഡ് എ ആണെങ്കിൽ എ പ്ലസ് എ പ്ലസ് എ പ്ലസ് എ അല്ലേ ബേസ് പെരിമീറ്റർ, അതായത് 4a ആണ് നമ്മുടെ ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് h വരും അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ ഇക്വേഷൻ കിട്ടിയത്? 2a സ്ക്വയർ പ്ലസ് 4ah ആണ് നമുക്ക് വേണ്ട ടോട്ടൽ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ. നോക്കിക്കേ, ടോട്ടൽ സർഫസ് ഏരിയ എത്രയാണെന്ന് നമുക്കറിയാം. അതായത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3040 അഥവാ 3040 ആണെന്ന് അറിയാം. ഇനി 2 ഇൻറ്റു എ എത്രയാണെന്ന് നമുക്കറിയാം. എ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചു, 20 ആണെന്ന് അറിയാം, അഥവാ 20 സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു എ എത്രയാണ്? 20 ആണ്. ഹൈറ്റ് അല്ലേ നമുക്ക് അറിയത്തില്ലാത്ത, ഹൈറ്റിനെ നമുക്കപ്പോൾ h എന്ന് തന്നെ ഇടാം. അപ്പൊ ഒന്നുകൂടെ എഴുതാം. 3040 is equal to ഇവിടെ എത്ര വരും? 20 സ്ക്വയർ എത്രയാണ്? 20 ഇൻറ്റു 20 400 ആണ് അല്ലേ. 400 ഇൻറ്റു 2 800 പ്ലസ് 4 ഇൻറ്റു 20 ഇൻറ്റു h എത്ര വരും? 80h വരും. വിച്ച് ഇംപ്ലൈസ്, അപ്പൊ 3040 നിന്ന് 800 പോയാൽ എത്ര വരും? 2240 വരും അല്ലെ. ഈസ് ഈക്വൽ ടു 80h എന്ന് കിട്ടും. അവിടെ നിന്ന് നമുക്ക് h കണ്ടുപിടിക്കാലോ. h ഈസ് ഈക്വൽ ടു 2240 ബൈ 80 എത്ര വരും? 28 സെന്റിമീറ്റർ. നമ്മുടെ ഈ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 3040 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അത് വിട്ടുപോയതായിരിക്കും.
ഓക്കെ, അപ്പൊ നമ്മുടെ ഹൈറ്റ് എത്ര വന്നു? 28 സെന്റിമീറ്റർ എന്ന് വന്നു. നമുക്ക് എന്തായിരുന്നു കിട്ടേണ്ടത്? ഒരു ബേസ് എഡ്ജും ഒരു ടോട്ടൽ സർഫസ് ഏരിയയും വെച്ച് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? സ്ക്വയർ പ്രിസത്തിന്റെ ഹൈറ്റ് കണ്ടുപിടിച്ചു അല്ലേ? ബേസ് എഡ്ജ് 20 സെന്റിമീറ്റർ എന്ന് കിട്ടി, ഹൈറ്റ് നമുക്കിപ്പോ 28 സെന്റിമീറ്റർ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ 3040 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, ലാറ്ററൽ സർഫസ് ഏരിയക്കുള്ള ഇക്വേഷൻ. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? അതിന്റെ തന്നെ ബി പാർട്ടായിട്ട് കാൽക്കുലേറ്റ് ഇറ്റ്സ് വോളിയം കൂടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ പ്രിസത്തിന്റെ വോളിയം ആയതുകൊണ്ട് നമുക്കറിയാം വോളിയം ഈസ് ഈക്വൽ ടു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണല്ലേ? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് ഏരിയ നമുക്കിപ്പോ എത്രയെന്നറിയാം? ബേസ് ഏരിയ എന്ന് പറയുന്നത് സ്ക്വയർ ആണ്. സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് എ സ്ക്വയർ ആണ്. എ സ്ക്വയർ എത്ര വരും? 20 ആയിരുന്നു. 20 സ്ക്വയർ ഈസ് ഈക്വൽ ടു 400 സെന്റിമീറ്റർ സ്ക്വയർ വരും അല്ലെ? ഹൈറ്റ് എത്രയാന്ന് നമുക്കറിയാം. ഹൈറ്റ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു, 28 സെന്റിമീറ്റർ അല്ലേ നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പൊ h ഈസ് ഈക്വൽ ടു 28 സെന്റിമീറ്റർ എന്ന് വരും. അപ്പൊ വോളിയം വി എത്ര വരും? ബേസ് ഏരിയ ഓൾറെഡി 400 ഇൻറ്റു 28 എ സ്ക്വയർ എച്ച്, അതല്ലേ നമ്മുടെ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. എ സ്ക്വയർ എച്ച് വരും. 400 ഇൻറ്റു 28 എത്രയാ? 11200 എത്ര സെന്റിമീറ്റർ ക്യൂബ് വരും. അതാണ് എന്ത് നമ്മുടെ തന്നിട്ടുള്ള സ്ക്വയർ പ്രിസത്തിന്റെ വോളിയം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ചെറിയ ഒന്നുകൂടെ പറയാം. നമുക്ക് ഹൈറ്റ് ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ബേസ് ഏരിയ, രണ്ട് ബേസ് ഏരിയയും ഒരു ലാറ്ററൽ സർഫസ് ഏരിയയും കൂടുന്നതാണ്. സ്ക്വയർ ആയതുകൊണ്ട് ഏരിയ എന്ത് വരും? എ സ്ക്വയർ വരും. രണ്ട് ബേസ് ഉള്ളതുകൊണ്ട് 2 ഇൻറ്റു എ സ്ക്വയർ വന്നു. ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് പെരിമീറ്റർ എത്രയാണ്? എ ആയിരുന്നു. സ്ക്വയറിന്റെ ഒരു സൈഡ് എ എന്ന് എടുത്തുകൊണ്ട് എ പ്ലസ് എ പ്ലസ് എ പ്ലസ് എ 4a വന്നു നമ്മുടെ ബേസ് പെരിമീറ്റർ ഇൻറ്റു എച്ചും കൂടെ വന്നപ്പോൾ എന്തായി? ലാറ്ററൽ സർഫസ് ഏരിയ ആയി. 2a സ്ക്വയർ പ്ലസ് 4ah വന്നു ആരുടെ? സ്ക്വയർ പ്രിസത്തിന്റെ ടോട്ടൽ സർഫസ് ഏരിയ. വേറൊരു പ്രിസം വന്നാൽ ഇതായിരിക്കില്ല, അതിന്റെ ബേസ് മാറുന്ന അനുസരിച്ച് എന്ത് മാറും? നമ്മുടെ ടോട്ടൽ സർഫസ് ഏരിയക്കുള്ള ഇക്വേഷനും മാറും. അപ്പൊ ഇതേ ഇക്വേഷൻ എല്ലായിടത്തും അപ്ലൈ ചെയ്യരുത്, ഓരോന്നിന്റെ ബേസ് അനുസരിച്ച് വേണം അപ്ലൈ ചെയ്യാൻ. അവിടെ നമ്മൾ തന്നിട്ടുള്ള വാല്യൂസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എന്ത് കിട്ടി? ഹൈറ്റ് 28 എന്ന് കിട്ടി. ഇനി വോളിയം വന്നപ്പോഴത്തേക്കും ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആയിരുന്നു. അപ്പൊ എ സ്ക്വയർ എച്ച് വന്നു. എ സ്ക്വയർ എച്ചിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 11200 ക്യൂബിക് സെന്റിമീറ്റർ എന്ന് കിട്ടി. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിക്കേ, ദ ബേസ് എഡ്ജ് ഓഫ് എ റെഗുലർ ഹെക്സഗണൽ പ്രിസം ഈസ് 12 സെന്റിമീറ്റർ ആൻഡ് ഹൈറ്റ് ഈസ് 15 സെന്റിമീറ്റർ. ഇപ്പൊ പ്രിസം മാറി, ആരായി? ഹെക്സഗണൽ പ്രിസം ആയല്ലേ? റെഗുലർ ഹെക്സഗണൽ പ്രിസം ആയി, അതായത് എല്ലാ സൈഡും എന്തായിരിക്കും? റെഗുലർ ആയിരിക്കും. ബേസ് നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? ബേസ് എഡ്ജ്. അപ്പൊ നമുക്ക് എന്തെന്ന് എടുക്കാം? ബേസ് എഡ്ജിനെ എ എന്ന് എടുക്കാം. എ എത്രയാന്ന് തന്നിട്ടുണ്ട്? 12 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. എന്താണ് ഈ ഹെക്സഗൺ എന്ന് വിളിക്കാൻ കാരണം? അത് നിങ്ങൾക്ക് അറിയില്ലേ? ഹെക്സഗൺ എത്ര സൈഡുള്ള, എത്ര സൈഡാണെന്ന് നോക്കി. 1 2 3 4 5 6. ഓക്കെ, 6 സൈഡ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഹെക്സഗൺ എന്ന് വിളിക്കുന്നത്. 5 സൈഡാണ് പെന്റഗൺ, 4 സൈഡാണ് നമ്മൾ എന്ത് വിളിക്കും? റെക്ടാംഗിൾ, സ്ക്വയർ, അതുപോലെ എത്ര 3 സൈഡ് ആകുമ്പോഴത്തേക്കും ട്രയാംഗിൾ, അങ്ങനെ മാറി മാറി വരും അല്ലേ? ഓക്കെ, അത് പോട്ടെ, അത് വിട്. അടുത്ത് നമ്മൾ പറയാം ഹൈറ്റ് 15 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, എച്ച് നമുക്ക് എത്രയാണെന്ന് അറിയാം? 15 സെന്റിമീറ്റർ ആണെന്ന് അറിയാം. ഫൈൻഡ് ഇറ്റ്സ് ബേസ് ഏരിയ. ബേസ് ആരാണ് ഇവിടെ? ബേസ് എന്ന് പറയുന്നത് ഇവിടെ ഹെക്സഗൺ അല്ലേ? അപ്പൊ ഹെക്സഗണിന്റെ ഏരിയ അല്ലേ ബേസ് ഏരിയ എന്ന് ചോദിച്ചിട്ടുള്ളത്? അതെ. അപ്പൊ എന്താണ് ഏരിയ ഓഫ് എ ഹെക്സഗൺ? എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ ഹെക്സഗണിന്റെ ബേസ് ഏരിയക്ക് ഒരു ഇക്വേഷൻ? ഓർത്ത് നോക്കിയേ. എന്നാ ഇപ്പൊ പഠിച്ചോ. 6√3/4 എ സ്ക്വയർ ആണ് എന്ത്? നമ്മുടെ ഹെക്സഗൺ എന്ന് പറയുന്ന ഇതിന്റെ ഏരിയ എന്ന് വിളിക്കുന്നത്. ഏരിയ ഓഫ് എ ഹെക്സഗൺ എന്ത് വരും? 6√3/4 എ സ്ക്വയർ. ഓക്കെ, ഇനി എ ഇവിടെ ആരാ നമുക്കറിയാം? എ ഇവിടെ 12 ആണെന്നറിയാം. അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 6√3/4 ഇൻറ്റു 12 സ്ക്വയർ. ഓക്കെ, ഇനി നോക്കിക്കേ, നമുക്ക് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കാം. 6√3/4 ഇൻറ്റു 12ന്റെ എത്ര വരും? 144 വരും. 4ഉം 144ഉം കൂടെ വെട്ടിയാൽ 36 വരും. 36 ഇൻറ്റു 6 എത്ര വരും? 216√3 ഏരിയ അല്ലേ? അപ്പൊ സെന്റിമീറ്റർ സ്ക്വയർ വരും. 216√3 അഥവാ 216√3 സ്ക്വയർ സെന്റിമീറ്റർ. സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ ബേസിന്റെ ഏരിയ അഥവാ ഹെക്സഗന്റെ ഏരിയ എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, ഫൈൻഡ് ഇറ്റ്സ് വോളിയം. അതിന്റെ ബേസ് ഏരിയ മാത്രം കണ്ടുപിടിച്ചാൽ മതിയോ? പോരാ, ബേസ് ഏരിയ കണ്ടുപിടിച്ചിട്ട് വോളിയം കണ്ടുപിടിക്കാനും പറയുന്നുണ്ട്. ബേസ് ഏരിയ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വോളിയം കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? എന്താ? വോളിയം ഈസ് ഈക്വൽ ടു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് അല്ലേ? ഓക്കെ, ഇവിടെ ബേസ് ഏരിയ നമുക്ക് എന്താണെന്ന് അറിയാം? 216√3 ആണ് നമ്മളിപ്പോ കണ്ടുപിടിച്ചു. ഇനി അതുപോലെ ഹൈറ്റ് എത്രയാണ് തന്നിട്ടുണ്ട്? നോക്കിക്കേ, ഹൈറ്റ് എത്രയാണ് തന്നിട്ടുണ്ട്? 15 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയാം 15 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ വോളിയം പറഞ്ഞേ. 216√3 ഇൻറ്റു 15 ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എത്ര വരും? 216√3 ഇൻറ്റു 15 3240√3 ക്യൂബിക്
സെന്റിമീറ്റർ വരും അല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ ആദ്യം കണ്ടുപിടിക്കേണ്ട എന്തായിരുന്നു? ബേസ് ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോൾ ഹെക്സഗന്റെ ഏരിയ കണ്ടുപിടിച്ചു. ഏരിയ ഓഫ് എ ഹെക്സഗൺ എന്ത് വന്നു? 6√3/4 വന്നു. 6√3/4 എന്ന് ഓർത്ത് വെക്കുക. ഹെക്സഗന്റെ ഏരിയ. ബേസ് ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ വോളിയം കണ്ടുപിടിക്കാൻ എന്താണ്? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഓക്കെ. അപ്പൊ നോക്കിയേ, ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് കണ്ടുപിടിച്ചു. 216√3 ഇൻറ്റു 15 കണ്ടുപിടിച്ചു. 3240√3 ക്യൂബിക് സെന്റിമീറ്റർ ആണ് നമുക്ക് കിട്ടിയ ആരുടെ വോളിയം? നമ്മുടെ ഹെക്സാഗണൽ പ്രിസത്തിന്റെ വോളിയം എന്ന് പറയുന്നത്. അടുത്ത നോക്കിക്കേ, അടുത്തൊരു പ്രിസം ഉണ്ടാക്കുന്നതിന് മുമ്പുള്ള ഫിഗറാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ? നോക്കിക്കേ, ഇതിനെ മടക്കി വെച്ച് ആ മുകളിലുള്ള 2 ട്രയാങ്കിൾസിനെ എങ്ങനെ മടക്കി വെക്കണം? താഴോട്ട് മടക്കി വെച്ചിട്ട് ആ ലാറ്ററൽ ഫേസിനെ ചുറ്റും പൊതിഞ്ഞാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഇതൊരു ട്രയാങ്കുലർ പ്രിസം ആവുള്ളൂ അല്ലേ? നോക്കിക്കേ, എ പ്രിസം ഈസ് മെയ്ഡ് ബൈ കട്ടിംഗ് കാർഡ്ബോർഡ് as shown in the figure. ഒരു പ്രിസം ഉണ്ടാക്കുന്ന കാർഡ്ബോർഡ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഈ കാണിച്ചേക്കുന്നത്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പ്രിസം? ഓക്കെ, പ്രിസത്തിന്റെ നെയിം കണ്ടുപിടിക്കണം. എന്താണ് ഞാൻ പറഞ്ഞത്? നമ്മുടെ ബേസ് ഐഡന്റിഫൈ ചെയ്താൽ ആരെ കിട്ടും? നമ്മുടെ പ്രിസത്തിന്റെ പേര് കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പ്രിസത്തിന്റെ ബേസ് നോക്കിക്കേ, ആരാണ് മടങ്ങി വന്ന് ചുറ്റി വരുമ്പോൾ പ്രിസത്തിന്റെ ബേസ് ആയിട്ട് വരുന്നത്? ഈ ആളല്ലേ? ഇയാൾ ആരാണ്? ട്രയാങ്കിൾ ആണല്ലേ? ട്രയാങ്കിൾ ആണ്. അപ്പൊ നമ്മുടെ പ്രിസത്തിന്റെ പേരെന്താണ്? ട്രയാങ്കുലർ പ്രിസം ആണ് തന്നിട്ടുള്ളത്. ട്രയാങ്കുലർ പ്രിസം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് ഇസ് ദ വോളിയം ഓഫ് ദി പ്രിസം? വോളിയം ഓഫ് ദി പ്രിസം കണ്ടുപിടിക്കാൻ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, കാണാപ്പാടമായി. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് അല്ലേ? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് വോളിയം. ഇനി ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും അത് മനസ്സിൽ ഉറച്ചിരിക്കണം. വോളിയം ഈസ് ഈക്വൽ ടു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഏത് പ്രിസം ആണെങ്കിലും ഇനി ബേസ് ഏരിയ കണ്ടുപിടിക്കണം. ഇവിടെ ബേസ് ആരാണ്? ബേസ് ട്രയാങ്കിൾ ആണ്. അപ്പൊ ട്രയാങ്കിളിന്റെ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്ത് വരും? ട്രയാങ്കിളിന്റെ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്ത് വരും? ഹാഫ് BH ആണ് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. നമുക്കറിയാം ഇവിടെ ബേസ് എന്താണ്? 11 സെന്റിമീറ്റർ ആണ്. ഹൈറ്റ് എന്താണ്? 10 സെന്റിമീറ്റർ ആണ്. അപ്പൊ ബേസ് ഏരിയ കണ്ടുപിടിക്കാലോ. ബേസ് ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 11 ഇൻറ്റു 10 വരും. എത്ര വരും? 110/2 എത്ര വരും? 55 സെന്റിമീറ്റർ വരും അല്ലെ? ഓക്കെ, എന്ത് വന്നു? ബേസ് ഏരിയ 55 സെന്റിമീറ്റർ വന്നു. ഇനി എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഹൈറ്റ് ഉണ്ടോ? ഹൈറ്റ് ഇവിടെ ഉണ്ട് അല്ലെ? നോക്കിക്കേ, ഈ ബേസ്, ഇതാണ് എന്തെന്ന് പറയുന്നത്? ഇതായിരുന്നു നമ്മുടെ ബേസ്. നമുക്ക് വേണ്ട ട്രയാങ്കിളിന്റെ ബേസ് B എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, ട്രയാങ്കിളിന്റെ ഹൈറ്റ് H എന്ന് പറയുന്നത് ഇതായിരുന്നു. ഇനി H ആണോ നമുക്ക് ഇവിടെ വേണ്ടത്? അല്ല, നമുക്ക് വേണ്ടത് പ്രിസത്തിന്റെ H ആണ്. അതായത് ഇത് എന്ത് ട്രയാങ്കുലർ പ്രിസമായി പ്രിസമായി വരുമ്പോൾ ഉണ്ടാകുന്ന ഹൈറ്റ് ആണ് നമുക്ക് വേണ്ടത്. ആ ഹൈറ്റ് എത്രയായിരിക്കും? H എന്ന് പറയുന്നത് ഈ 20 സെന്റിമീറ്റർ അല്ലേ? അപ്പൊ എന്ത് വരും? നമ്മുടെ വോളിയം എന്ന് പറയുന്നത് വോളിയം ഈസ് ഈക്വൽ ടു ബേസ് ഏരിയ എത്രയെന്ന് കിട്ടി? 55 സെന്റിമീറ്റർ സ്ക്വയർ ഉണ്ട്. 55 സെന്റിമീറ്റർ സ്ക്വയർ ഇൻറ്റു അതുപോലെ ഹൈറ്റ് എത്രയായിരിക്കും? 20 സെന്റിമീറ്റർ ആയിരിക്കും. 55 ഇൻറ്റു 20 എത്ര വരും? 55 ഇൻറ്റു 20 1100 സെന്റിമീറ്റർ ക്യൂബ് അഥവാ ക്യൂബിക് യൂണിറ്റ് വരും. എന്ത്? നമുക്ക് തന്നിട്ടുള്ള ട്രയാങ്കുലർ പ്രിസത്തിന്റെ വോളിയം എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലായല്ലോ. ആദ്യം എന്തായിരുന്നു? ബേസ് വെച്ച് നമ്മൾ പേര് ഐഡന്റിഫൈ ചെയ്തു. അത് വെച്ചിട്ട് ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതിനൊരു ബേസ് ഉണ്ട്, അതിനൊരു ഹൈറ്റ് ഉണ്ട്. ആ ബേസും ഹൈറ്റും വെച്ച് ഹാഫ് BH വെച്ച് നമ്മൾ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചു. അതുകൂടാണ്ട് നമ്മുടെ പ്രിസത്തിന്റെ ഹൈറ്റ് വെച്ച് 20 സെന്റിമീറ്റർ വെച്ചിട്ട് കിട്ടിയ ബേസ് ഏരിയനെ നമ്മുടെ പ്രിസത്തിന്റെ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോ എന്ത് കിട്ടി? പ്രിസത്തിന്റെ വോളിയം കിട്ടി. ഇനി നോക്കിക്കേ, ഇനി ഒരു ക്വിസ് ടൈം ആയാലോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ട്രൂ ഇൻ ദ കേസ് ഓഫ് എ പ്രിസം? അപ്പൊ നമ്മൾ പ്രിസത്തെ പറ്റി ഒരു ബേസ് ഐഡിയ ഒക്കെ കിട്ടി. എന്താണ് പ്രിസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്താണ് അതിന്റെ ഹൈറ്റ്, ബേസ്, ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ കണ്ടു. ഓക്കെ, ഇനി ഇതിൽ ശരിയായിട്ട് പ്രിസത്തെ പറ്റിയുള്ള സെന്റൻസസ്, അതായത് ഏതൊക്കെ സെന്റൻസസ് ആണ് ട്രൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിക്കേ, ആദ്യത്തെ നോക്കിയേ, എ പ്രിസം ഇസ് എ പോളിഹെഡ്രോൺ. ഇനി എന്താണ് ഈ പോളിഹെഡ്രോൺ? പോളിഹെഡ്രോൺ എന്ന് വെച്ചാൽ ഒരു 3 ഡയമെൻഷണൽ ഷേപ്പ് ആയിരിക്കും പോളിഹെഡ്രോൺ എന്ന് പറയുന്നത്. അതിന് എന്തുണ്ടാവും? ഒരു ഫ്ലാറ്റ് പോളിഗണൽ ഷേപ്പ് ഉണ്ടാവും. അതായത് അതിന്റെ ഷേപ്സ് ഒക്കെ എന്തായിരിക്കും? ഒരു പോളിഗൺ വരുന്ന രീതിയിലുള്ള ഷേപ്സ് ആയിരിക്കും. ഫ്ലാറ്റ് ഫേസസ് ആയിരിക്കും അതിനുണ്ടാവുക. അത് കൂടാണ്ട് സ്ട്രെയിറ്റ് എഡ്ജസും ഷാർപ്പ് കോർണേഴ്സും ഉണ്ടാവും. നമ്മുടെ പ്രിസം അങ്ങനെയാണോ? ഷാർപ്പ് കോർണേഴ്സ് ഉണ്ടല്ലേ, വെർട്ടീസസ് ഉണ്ട്. സ്ട്രെയിറ്റ് എഡ്ജസ് അല്ലേ? എഡ്ജസ് ഉണ്ട്. അതുകൂടാതെ പോളിഗണൽ ഫേസസ് അല്ലേ? അതായത് മാറി മാറി വരുന്ന ഡിഫറെന്റ് സൈഡ്സ് ഉള്ള ഫേസസ് അല്ലേ വരുന്നത്? അതെ അല്ലേ? അപ്പൊ എന്താണ്? പ്രിസം ഒരു പോളിഹെഡ്രോൺ അല്ലേ? അതെ. അപ്പൊ ഇതൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്.
അടുത്ത്, ഇഫ് ദ ബേസ് ഓഫ് ദ പ്രിസം ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ റെഗുലർ പോളിഗൺ ദ പ്രിസം ഇസ് എ റെഗുലർ പ്രിസം. അപ്പൊ എന്താ പറയുന്നത്, റെഗുലർ പോളിഗൺ ആണ് ബേസ് എങ്കിൽ പ്രിസം റെഗുലർ പ്രിസം എന്നാ പറയുന്നത്. അപ്പൊ നോക്കിക്കേ, റെഗുലർ പോളിഗൺ എന്ന് വെച്ചാൽ എന്താണ്, ഈക്വൽ സൈഡ്സും ഈക്വൽ ആംഗിൾസും ഉള്ളതാണ് എന്ത് റെഗുലർ പോളിഗൺ എന്ന് പറയുന്നത്. അപ്പം ബേസ് റെഗുലർ പോളിഗൺ ആണെങ്കിൽ പ്രിസം എന്തായിരിക്കും, റെഗുലർ പ്രിസം ആയിരിക്കും. അതപ്പോ അതെന്തായി ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. അടുത്ത് നോക്കിയേ, വോളിയം ഓഫ് എ പ്രിസം ഇസ് ഡിഫൈൻഡ് ആസ് ദ ടോട്ടൽ സ്പേസ് ഓക്യുപൈഡ് ബൈ ദ 3-dimensional ഒബ്ജക്ട്. ഞാൻ പറഞ്ഞില്ലേ, വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്, വ്യാപ്തമാണ്. അതായത് എത്രത്തോളം സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്ന ഒരു 3-dimensional ഒബ്ജക്റ്റിനുള്ളിൽ എത്രത്തോളം നമുക്ക് ഓക്യുപ്പൈ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നതാണ് എന്ത്, നമ്മുടെ വോളിയം അഥവാ വ്യാപ്തം എന്ന് പറയുന്നത്. എത്രത്തോളം ക്വാണ്ടിറ്റി സ്റ്റോർ ചെയ്യാൻ പറ്റുന്നു, എത്രത്തോളം അതിന്റെ ഉള്ളിലുണ്ട് എന്നൊക്കെ പറയുന്നതാണ് എന്ത്, വോളിയം എന്ന് പറയുന്നത്. ആ ഒരു ഐഡിയ അല്ലേ പറഞ്ഞിട്ടുള്ളത്. വോളിയം ഓഫ് എ പ്രിസം ഡിഫൈൻഡ് എന്ന് പറഞ്ഞ ടോട്ടൽ സ്പേസ് അല്ലേ ഓക്യുപ്പൈഡ് ബൈ ദ 3-dimensional ഒബ്ജക്ട്. അതെ, അപ്പൊ ഇത് എന്താണ്, ഒരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി അടുത്ത നോക്കിയേ, വോളിയം ഓഫ് എ പ്രിസം ഈസ് ഈക്വൽ ടു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. അതല്ലേ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ട് വന്നത്. അതെ, അപ്പൊ ഈ 4 സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഒരു പ്രിസത്തെ സംബന്ധിച്ച് ട്രൂ ആണ്. ഇനി നോക്കിക്കേ, നമ്മൾ എന്തൊക്കെ കണ്ടു ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട്. എന്താണ് സോളിഡ്സ്, ഘനരൂപങ്ങൾ, എന്താണ് സ്തംഭങ്ങൾ അഥവാ പ്രിസം എന്ന് കണ്ടു. പ്രിസത്തിന് ഐഡന്റിക്കൽ ബേസസ് ഉണ്ടാവുമെന്ന് കണ്ടു. ബാക്കി ഫേസസ് റെക്ടാങ്കുലർ ഫ്ലാറ്റ് ഫേസസ് ആയിരിക്കും എന്ന് കണ്ടു. അതുപോലെ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെ കണ്ടു, നമ്മുടെ വോളിയം ഓഫ് എ പ്രിസം കണ്ടല്ലേ, അതായത് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആയിരിക്കും വോളിയം ഓഫ് എ പ്രിസം എന്ന് കണ്ടു. ഇനി ലാറ്ററൽ സർഫസ് ഏരിയ ആണെങ്കിലോ ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആയിരിക്കും നമ്മുടെ പ്രിസത്തിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നതെന്ന് കണ്ടു. ഓരോ ഷേപ്പ് നമ്മുടെ ബേസ് മാറുന്നതനുസരിച്ച് ഓരോ പ്രിസം മാറിക്കൊണ്ടിരിക്കും. ഓരോന്നിനും ഓരോ ഫേസസും, ഓരോ പ്രിസത്തിനും ഡിഫറെന്റ് ഫേസസ്, ഡിഫറെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ കണ്ടു. അതുപോലെ ഒരു പ്രിസത്തെ പറ്റിയുള്ള ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണും ഇപ്പൊ തന്നെ. ഓക്കെ, ഇനി നമുക്ക് രണ്ടുപേരും ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ. Manorama Horizon. Learning made simple.